നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീയും ഋഷിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. നിങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്നാ ഞാൻ കരുതിയത്. എനിക്കൊന്നും കേൾക്കണ്ട. ഗോപു മോളെ, എന്നെ അറിയിക്കാതെ ഇങ്ങനെ ഒരു വിവാഹം നിശ്ചയം എങ്ങനെ നടത്തി നിങ്ങള്? എന്തുകൊണ്ട് നിങ്ങൾ ആരും എന്നെ അറിയിച്ചില്ല ഇതൊന്നും? അപ്പോ കരുതി കൂട്ടി എന്നെ ചതിക്കായിരുന്നു. മോളെ മോളെ, നീ ഈർഷ്യയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ഞങ്ങൾ എങ്ങനെ അറിയുന്നത്? നീ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. അഞ്ജതയ്ക്ക് ഇഷ്ടമാണെന്ന് അവള് പറഞ്ഞു. മോളെ, അഞ്ജിത ഋഷിയും തമ്മിലുള്ള വിവാഹം നടത്തി കൊടുത്തില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് അഞ്ജിത കയറെടുത്തു. അതാ ഞങ്ങള്. അതൊക്കെ ഇവളുടെ അടവാ. എനിക്ക് വിധിച്ചതൊക്കെ ഇവൾക്ക് തട്ടിയെടുക്കണം. പണ്ടേ അതാണല്ലോ ഇവളുടെ ശീലം. എല്ലാത്തിന്റെ പിറകിൽ ഇവളുടെ ആന്റിയുടെ മാസ്റ്റർ ബ്രെയിൻ ആയിരിക്കും. പ്ലീസ്, ഇവരുടെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും എന്നെ അറിയിക്കാതെ രഹസ്യമായി നിങ്ങൾ വിവാഹ നിശ്ചയം നടത്തിയത്. മോളെ, നിന്നെ അറിയിക്കാതിരുന്നതിന്റെ കാരണം വേറെ ആയിരുന്നു മോളെ. മൂത്തവളായ നീയും ദേവികയും നിൽക്കുമ്പോ ഇളയവളായ അഞ്ജിതയുടെ വിവാഹം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ച മോൾക്കത് വിഷമാകുമെന്ന് വിചാരിച്ചിട്ടാ. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് ചേച്ചിയോട് മാത്രമേ ചോദിക്കാനുള്ളൂ. ചേച്ചി എന്തിനാ ഈ ചതി എന്നോട് ചെയ്തത്? മോളെ കണ്ടല്ലോ, സത്യാവസ്ഥ ഇപ്പൊ ബോധ്യപ്പെട്ടില്ലേ? പക്ഷെ മോനെ, വിവാഹ നിശ്ചയം നടത്തിപ്പോയില്ലേ? ചേച്ചി മുന്നിട്ട് നിന്നല്ല ഈ വിവാഹ നിശ്ചയം നടത്തിയത്. ആ ചേച്ചി തന്നെ ഇടപെട്ട് ഞങ്ങളുടെ വിവാഹ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കി തരണം. എല്ലാം അറിഞ്ഞിട്ട് വേണമായിരുന്നു കല്യാണം ഉറപ്പിക്കാൻ. ഇപ്പൊ വിവാഹം ഉറപ്പിച്ചിട്ട് അത് മാറ്റണമെന്ന് പറഞ്ഞ നടക്കുന്ന കാര്യമല്ല, നടക്കില്ല. എന്റെ മോളുടെ ജീവിതം വെച്ച് കളിക്കാൻ പറ്റില്ല. ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം, എന്റെ മോളുടെ ജീവിതം നശിപ്പിക്കാൻ ആരും ശ്രമിക്കരുത്. സുലോചന എന്താ ഇങ്ങനെ പറയുന്നേ? ഞങ്ങളാരും ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് നിങ്ങളോട് ഒരു തർക്കവും പരിഭവവും ഇല്ല. ഈ വിവാഹ നിശ്ചയം മുന്നിട്ട് നിന്ന് നടത്തിയത് ദേവികയാണല്ലോ. എനിക്ക് ദേവികയോട് മാത്രമേ പറയാനുള്ളൂ. ദേവികെ, എനിക്കൊന്നേ പറയാനുള്ളൂ. നിശ്ചയിച്ച പ്രകാരം ഋഷിയും അഞ്ജിതയും തമ്മിലുള്ള വിവാഹം നടക്കണം. അതെങ്ങനെ ശരിയാവും? നിശ്ചയിച്ച വിവാഹം നടന്നില്ലെങ്കിൽ അഞ്ജിതയും കൊന്ന് ഞാനും ചാവും. ആന്റി, വിവാഹം മുടങ്ങിയതിന്റെ നാണക്കേട് ഓർത്ത് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നത് തന്നെയാ. എല്ലാവരും ഒന്ന് നിർത്ത്. ഇപ്പോ എടുപിടിയെന്നൊന്നും തീരുമാനം എടുക്കണ്ട. എല്ലാ സാവകാശത്തിൽ മതി. ഋഷി, നമ്മളായിട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. നമുക്ക് പോവാം. എല്ലാറ്റിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. മഹാദേവ, ജാനകി, വാ, നമുക്ക് പോവാം. ദേ, ഇതെല്ലാം ദൈവത്തിന്റെ ഒരു പരീക്ഷണമായിട്ട് കരുതിയാൽ മതി. നമുക്ക് സമാധാനമായിട്ട് തീർപ്പുണ്ടാക്കാം. എല്ലാ സാവകാശത്തിൽ മതി. ജാനകി, വാ, നമുക്ക് പോവാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.